വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് അക്ഷിത വ്ളോഗ്. ഇതിൽ നമ്മൾ ഡോക്ടർ സുലൈമാൻ ഫക്കി ഹോസ്പിറ്റലിലെ ഓണാഘോഷമാണ് കേട്ടോ ഈ വ്ളോഗിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെയായിരുന്നു ഒക്ടോബർ 19 നമ്മുടെ ഓണാഘോഷം. ഓണം കഴിഞ്ഞിട്ട് നാട്ടിലുള്ളവർ കളിയാക്കും ഓണം കഴിഞ്ഞിട്ടാണോ ഓണത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന്. നമുക്ക് ഇന്നലെയാണ് ഓണം. ഇവിടെ നമ്മൾ മൊത്തത്തിൽ അടിച്ചു പൊളിച്ചായിരുന്നു കേട്ടോ ഓണം. ഓണം എന്ന് പറയുമ്പോൾ തന്നെ എന്താ അല്ലേ, ഫുൾ ഓഫ് ജോയ്, എൻജോയ്മെൻറ്റ്, ന്യൂ ഡ്രസ്, പൂക്കളം, ഫുഡ്, പായസം, അങ്ങനെ എല്ലാമാണ് ഓണം. അതായത് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് എങ്ങനെയാണ്, ജാതി മത ഭേദമന്യെയാണ് ഓണം ആഘോഷിക്കുന്നത്. ഇവിടെയും നമ്മൾ അങ്ങനെയായിരുന്നു. ഒരു ജാതിയെന്നോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു. പിന്നെ എല്ലാവർക്കും പങ്കെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു വിഷമമുണ്ട്. കാരണം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു 20ഓളം സ്റ്റാഫ് ഉണ്ടായിട്ട് ഞങ്ങളാകെ 2 പേരാണ് കേട്ടോ ഓണാഘോഷത്തിന് പോയത്. പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 2 പേര്, ഞങ്ങളുടെ നഴ്സ് മാനേജറും മെറ്റീരിയൽ കൺട്രോളറും വന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി. കാരണം അവർ നമ്മുടെ നാട്ടുകാരല്ലാഞ്ഞിട്ടും കൂടി അവരെടുത്ത ആ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. നമുക്കെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. കൈകുട്ടിക്കളി ഉണ്ടായിരുന്നു, തിരുവാതിരക്കളി ഉണ്ടായിരുന്നു, പിന്നെ കുറേ പാട്ടുകൾ, ഗ്രൂപ്പ് സോങ് ഉണ്ടായിരുന്നു, സിംഗിൾ സോങ് ഉണ്ടായിരുന്നു, കുഞ്ഞുങ്ങളുടെ നല്ല സൂപ്പർ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങളായിട്ട് സൂപ്പറായിരുന്നു കേട്ടോ ഓണാഘോഷം. തിരുവാതിരക്കളിയിലേക്ക് പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. കാരണം ഡ്യൂട്ടി ആയതുകൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ തിരുവാതിരക്കളി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാരമില്ല, അടുത്ത വർഷം നമുക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വർഷം ഓഡിയൻസ് ആയിട്ട് ഇരിക്കാൻ പറ്റിയത് തന്നെ വലിയ കാര്യം. കാരണം ശരിക്കും എനിക്ക് 19 തീയതി ഇന്നലെ എനിക്ക് ഡ്യൂട്ടി ആയിരുന്നു. പിന്നെ ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മളൊരു കാര്യം നമ്മൾ ചെയ്യണം എന്ന്, അല്ലെങ്കിൽ നമുക്ക് പങ്കെടുക്കണം എന്ന് നമ്മൾ വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയില്ലേ, അതുപോലെ ആയിപ്പോയി. ലാസ്റ്റ് ദിവസം എനിക്ക് ഓഫ് കിട്ടി. സോ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് ഇന്ന് 20 തീയതി ഇന്നും എനിക്ക് ഓഫ് കിട്ടി. അതുകൊണ്ട് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാനും പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. എഡിറ്റ് ചെയ്ത് കഴിയാത്തതുകൊണ്ട്. കാരണം പാട്ടൊന്നും ഞാൻ കൊടുക്കുന്നില്ല. കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ ഭയങ്കരമാണ്. ഇപ്പം ചെറുതായിട്ടൊരു മ്യൂസിക് വരുമ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാണ്ട് വരികയാണ്. അപ്പം എടുക്കുന്ന എഫേർട്ട് മൊത്തം വെറുതെ ആയിട്ട് പോവും. അതുകൊണ്ട് ഞാനിനി ജസ്റ്റ് ഇത് അതിനെക്കുറിച്ച് കൂടുതൽ നോക്കിയിട്ടേ പാട്ട് ഇടുന്നുള്ളൂ എന്ന് വിചാരിച്ചു. സോ ഞാൻ മ്യൂസിക്കായിട്ട് കയറ്റാമെന്ന് വിചാരിച്ചിട്ടും നടക്കുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഡ്യൂറേഷൻ കുറച്ചു. എല്ലാം ജസ്റ്റ് കുഞ്ഞി മിനിറ്റ്സ് ആയിട്ടാണ് വീഡിയോ ഞാൻ എടുത്തതും. ഫോണിൽ എൻ്റെ ഫുൾ വീഡിയോ കിടപ്പുണ്ട്. പക്ഷേ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് ഇടാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് കൈകുട്ടിക്കളി ഉണ്ടായിരുന്നു. കൈകുട്ടിക്കളി നല്ല സൂപ്പറായിട്ട് റോസ്മിനു, രഞ്ജിത അവരൊക്കെയാണ് കേട്ടോ കളിച്ചത്. അവരാണ് അതിൻ്റെ പുറകിലെ ഹാൻഡ്സ് ബിഹൈൻഡ് ദ ഹാർട്ട് എന്നൊക്കെ പറയില്ലേ, അത്. നമ്മുടെ ഓണാഘോഷത്തിൻ്റെ പേര് കാലിഡോസ്കോപ്പ് എന്നായിരുന്നു കേട്ടോ. ഇത് സുലൈമാൻ ഫക്കി ഹോസ്പിറ്റലിൻ്റെ കോളേജിലെ ടെന്നീസ് കോർട്ടാണ് നമുക്ക് ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മുടെ ഹോസ്പിറ്റലുകാർ തന്നത്. നല്ല വിശാലമായിട്ടുള്ളൊരു ഹോളായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നമുക്ക് അവിടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഉള്ള സ്ഥലത്താണ് അവർ സ്റ്റേജിൽ നിന്ന് ഡാൻസിങ് ചെയ്യുന്നത്. അപ്പം അത്രയും വലിയ ഹോളായിരുന്നു. അങ്ങനെ ഇത് നമ്മുടെ ഹോസ്പിറ്റലിൽ നമുക്ക് അത്രയും സപ്പോർട്ട് തരുന്നുണ്ടെന്നാണ് കേട്ടോ ഞാൻ ഇതുവഴി പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ നല്ല സൂപ്പർ ഒരു പൂക്കളം നമുക്ക് അവിടെ സൈഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തുളസിത്തറ ഉണ്ടായിരുന്നു അവിടെ. എല്ലാം നാട്ടിലെ പോലെ തന്നെ തൃക്കാക്കരപ്പൻ അഥവാ മാവേലി എല്ലാം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഓണം ആഘോഷിച്ചത് കേട്ടോ. തിരുവാതിര കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ കൂടെ വന്ന 2 വിശിഷ്ട വ്യക്തികളാണ് അവർ. ഒന്ന് എൻ്റെ നഴ്സ് മാനേജറാണ്, ഒന്ന് എൻ്റെ മെറ്റീരിയൽ കൺട്രോളറാണ്. 2 പേരും നമ്മുടെ നാട്ടുകാരല്ല. ഞങ്ങൾ അവരെ തന്നെ സാരിയൊക്കെ ഉടുപ്പിച്ച് ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സ്റ്റേജിലേക്ക് അവരെന്നെ അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാനായിട്ട് വിളിച്ചു. സാരി ഉടുത്തിട്ട് നിനക്ക് എന്താ തോന്നുന്നതെന്നാണ് ചോദിച്ചത്. അപ്പോൾ അവൾ പറഞ്ഞു എനിക്കെന്തോ ദൂരിപ്പോവും, സോ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞിട്ടാണ് അവൾ വന്ന ആ സ്റ്റെപ്പ് ഇട്ട് നമ്മളെ കാണിച്ചത് കേട്ടോ. അടുത്ത ആളോട് ചോദിച്ചു. അപ്പോൾ അവൾ ഭയങ്കര ഷൈ ആണ്. അപ്പോൾ അവൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. അതാണ് പിന്നെ അവളെ അധികം ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പിന്നെ അവളോട് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് പറഞ്ഞു, അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അവൾക്ക് ഫീൽ ചെയ്തു എന്ന് അവൾ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അവരെ കൊണ്ട്
ഹാപ്പി ഓണം പറയിപ്പിച്ചായിരുന്നു. രണ്ടുപേരും നന്നായിട്ട് അത് പറഞ്ഞു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഉണ്ടായിരുന്ന പെർഫോമൻസ് എന്ന് പറയുന്നത് മെയിൽസിൻ്റെ ഫാഷൻ ഷോ ആയിരുന്നു കേട്ടോ. ചേട്ടന്മാരും കുട്ടികളും ഫാഷൻ ഷോയിൽ പങ്കെടുത്തായിരുന്നു. അവർ നല്ല സൂപ്പറായിട്ടത് റാംബോ ചെയ്തായിരുന്നു കേട്ടോ. റാംബോക്ക് നല്ല സൂപ്പറായിട്ട് നടക്കുകയാണ്. അതിൽ 2 കുട്ടീസ് പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ കുട്ടീസ് നേരെ സ്റ്റേജിൽ കവടന്ന് പോയിട്ടാണ് റാംബോക്ക് ചെയ്തത്. عزنا بكرمنا كرمنا يوسف. അത് കഴിഞ്ഞ് ഗേൾസിൻ്റെ ഫാഷൻ ഷോ ആയിരുന്നു. ഗേൾസിൻ്റെ ഫാഷൻ ഷോയും നല്ല സൂപ്പറായിട്ട് പോയായിരുന്നു കേട്ടോ. അമ്മയും കുഞ്ഞും പിന്നെ ചേച്ചിമാർ പിന്നെ ഫാഷൻ ഷോയിൽ നമ്മുടെ വിശിഷ്ട വ്യക്തിയും പങ്കെടുത്തായിരുന്നു കേട്ടോ. ഇവർ നന്നായിട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി ഫാഷൻ ഷോ കേട്ടോ, മറ്റുള്ളവരെക്കാളും. പിന്നെ നമ്മുടെ വിശിഷ്ട ഗസ്റ്റ് പിന്നെ ഞാനാണ് വരുന്നത്. ഇവർ രണ്ടുപേരും ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ. പാട്ട് പാടാനാണെങ്കിലും ഡാൻസിനാണെങ്കിലും അതുപോലെ തന്നെ സ്റ്റേജിൽ നമുക്ക് കമൻട്രി പറയാനായിട്ടാണെങ്കിലും എല്ലാത്തിനും ഐ ഫീൽ പ്രൗഡ് അബൌട്ട് ദം. ദേ ആർ ഇൻ അവർ ഹോസ്പിറ്റൽ. ചേച്ചി പ്രഗ്നൻ്റ് ആണ് കേട്ടോ. ചേച്ചിനെ സമ്മതിക്കണം, കാരണം ചേച്ചി പാട്ടൊക്കെ ഒത്തിരി പാടിയായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ നല്ല പൊളി വൈബായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ ഹാപ്പി ഓണം പറഞ്ഞു. ഇത് ബിസ്ക്കറ്റ് മത്സരമാണ്. എൻ്റെ മുഖത്ത് മറ്റേ നവരസം മാത്രമല്ല, മറ്റേ ചിരിരസവും വരുമെന്ന് ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത്. ഭയങ്കര ചിരിയായിരുന്നു. എന്തിനാന്ന് എനിക്കറിയില്ല, കയറിയപ്പോൾ തൊട്ട് ഞാൻ ചിരിക്കുന്നതാണ്. എന്തായാലും എനിക്കത് താഴത്തേക്ക് ഇടാൻ പറ്റിയില്ല. അവസാനം ഞാനതെങ്ങനെയെങ്കിലും താഴെ കളഞ്ഞിറങ്ങി കൂടി. പിന്നെ ചേട്ടന്മാരുടെ എന്തോ ഒരു മത്സരമായിരുന്നു എന്ന് തോന്നുന്നു അവിടെ. അത്
അതോ മാവേലി വരാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ എഴുന്നേറ്റ് നിന്നതായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. അതാണ് നമ്മുടെ പൂക്കൾ കേട്ടോ. പിന്നെ അവർ ഫോട്ടോഷൂട്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മാവേലി കഥയിലെ നായകൻ എൻ്ററായി. ഇത്തിരി വൈകിട്ടാണെങ്കിലും നമ്മുടെ മാവേലി വന്നായിരുന്നു കേട്ടോ. ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവേ എന്ന് പറഞ്ഞ പോലെ നല്ലൊരു മാവേലിയായിരുന്നു. നമുക്ക് ചോറ് വേണോ എന്ന് ചോദിച്ച് ചോറ് വിളമ്പി തരുന്ന മാവേലിയായിരുന്നു കേട്ടോ. അതുപോലെ ഈ ചേട്ടനും ആങ്കറിങ് സൂപ്പറായിരുന്നു. എല്ലാവരും നമ്മുടെ ഹോസ്പിറ്റലിലെ ആൾക്കാരാണ്. പക്ഷേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് അറിയില്ല. നമ്മളിപ്പോഴാണ് ഇങ്ങനെ പ്രോഗ്രാം വരുമ്പോഴാണല്ലോ കാണുന്നത്. അപ്പോഴാണ് അറിയുന്നത് ഇത്രയും ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്, ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് എന്നൊക്കെ അറിയുന്നത് ഇപ്പോഴാണ്. ഓവറോൾ ഒരു 400 പേരുടെയൊക്കെ ഫങ്ഷൻ ആയിരുന്നു. പക്ഷെ എത്ര പേര് അറ്റൻഡ് ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബിഹൈൻഡ് ദ സ്റ്റേജ് കുറച്ച് പേരൊക്കെ ഉണ്ടാവുമല്ലോ, സാധനങ്ങൾ എത്തിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും. സോ കൗണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ട്രിപ്പിൽ ഞാൻ കയറിയിരുന്നായിരുന്നു കേട്ടോ. കാരണം ചീഫ് ഗസ്റ്റുകൾ എത്താൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേനും അവർക്ക് നമ്മുടെ റൈസ് എങ്ങനെയാണ് കഴിക്കാമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പം അവർ സെൽഫിയൊക്കെ എടുത്ത് അവർ ഫുള്ള് വൈബായിരുന്നു കേട്ടോ. എന്നെക്കാൾ കൂടുതൽ അവരാണ് എൻജോയ് ചെയ്തതെന്ന് എനിക്ക് തോന്നി. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ മുഖം കാണിക്കാൻ പറ്റിയില്ല. ആയിരിക്കുന്നത് എന്തായാലും ഞാനാണ്. ഇത് നമ്മൾ പരിപ്പ് പായസവും പപ്പടവും പഴവും കൂടി കഴിക്കണമെന്ന് എനിക്ക് കുറച്ച് ആഗ്രഹം ഉണ്ടായിരുന്നു. സദ്യ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്താൽ കേട്ടോ. സേമിയ പായസവും പാലടയൊക്കെ ഞാൻ എൻ്റെ സദ്യക്ക് ഉണ്ടാക്കിയായിരുന്നു. ഇത് പരിപ്പ് പായസം സൂപ്പറായിരുന്നു. പക്ഷേ എന്താ പറയുക, പാലട പ്രഥമൻ അട്ടർ ഫ്ലോപ്പായിരുന്നു. അത് മിൽക്ക് മെയ്ഡായിരുന്നു. പിന്നെ നമ്മുടെ ചേച്ചിയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചിയാണ് പഞ്ചു ചേച്ചി നമ്മുടെ ആ പാട്ടില്ലേ തൃശ്ശയുടെ ആ പാട്ട് നല്ല പാടി. തൃശ്ശയുടെ പാട്ടല്ല, തൃശ്ശ അഭിനയിച്ച സിനിമയിലെ പാട്ട് ചേച്ചി നന്നായിട്ട് പാടി കേട്ടോ. എനിക്ക് കേൾപ്പിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ കേൾപ്പിക്കുന്നില്ല. മൈക്കിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ചേച്ചി വലിയ കുഴപ്പമില്ലാണ്ട് ഇത് പാടി തകർത്തു കേട്ടോ. ചേച്ചി ഓൾ ടാലൻറ്റഡ് ആണ്, ഡാൻസ് കളിക്കും, പാട്ട് പാടും. സോ പിന്നെ പിള്ളേർ നമ്മുടെ കുട്ടി വൈബ്സ് അത് ഞാൻ ഷോർട്സ് ആയിട്ടുണ്ടായിരുന്നു. അവർ നല്ല തകർത്തു. അവരുടെയാണ് ഷോ എന്ന് പറയാം. കുറേ ഡാൻസ് ഉണ്ടായിരുന്നു, അവരുടെ കുറേ പാട്ടുണ്ടായിരുന്നു. ഫാഷൻ ഷോയിൽ അവർ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ പിള്ളേഴ്സാണ് ഷോ കൊണ്ടുപോയത്. പിന്നെ ഒരു കാര്യം, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഭയങ്കര ലക്കിയാണ് കേട്ടോ. അവർക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്ലാറ്റ്ഫോം കിട്ടുന്നുണ്ട് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാനായിട്ട്. സത്യത്തിൽ ഓവറോൾ കാലിഡോസ്കോപ്പ് ഐ മിസ് മൈ ബേബി ഗേൾ. കാരണം അവളുണ്ടായിരുന്നെങ്കിൽ അവളൊന്നും കൂടെ എൻജോയ് ചെയ്തേനെ. ഇത് നമ്മുടെ ആദ്യം നമ്മൾ കണ്ടത് തിരുവാതിരക്കളിയായിരുന്നു. ഇത് കൈകുട്ടിക്കളിയാണ്. മറ്റേ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ അണിയാടി കളിക്കണമാ അണിയോടി കളിക്കണമാ. ആ പാട്ടൊന്നും അല്ല കേട്ടോ, മണിച്ചേട്ടൻ്റെ ഏതോ പാട്ടായിരുന്നു. എനിക്കിനി ആ പാട്ട് ഏതാണെന്ന് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു പാട്ട് പാടിയതാട്ടോ. എന്തായാലും അവർ കൈകുട്ടിക്കളിയും നല്ല സൂപ്പറായിട്ട് കളിച്ചു.
പിന്നെ ചേട്ടന്മാരുടെ ഒരു മ്യൂസിക്കൽ എന്താ പറയുക മിക്സിംഗ് ആണ്. അവർ നന്നായിട്ട് പാടി, കുറേ പാട്ട് പാടി അവർ. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് പേര് കയറി ഡാൻസൊക്കെ കളിച്ചു. നല്ലൊരു ഇതായിരുന്നു. അത് പാക്കു ടീമാണ് ഇത്. അവരുടെ ആ കോംബോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ എനിക്ക് ശരിക്കും മിസ്സായി. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. നല്ല വൈബായിരുന്നു. ചേട്ടന്മാരെല്ലാവരും ആണെങ്കിലും എല്ലാവരും കൂടെ പാടി തകർത്തു. അതും നമുക്ക് വോയിസ് ഓവർ ചെയ്യാനേ പറ്റത്തുള്ളൂ. കാരണം കൃത്യമായിട്ട് അത് അപ്ലോഡ് ചെയ്യാനായിട്ട് അവിടുത്തെ കുറേ ശബ്ദവും നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തെ ശബ്ദവും കാരണം ഒരു സുഖം തോന്നിയില്ല. പിന്നെ മൈക്ക് കിടന്ന് ഭയങ്കര ശബ്ദം ആയിരുന്നു. അതുകൊണ്ട് അതെനിക്ക് പറ്റിയില്ല. അവരെന്തായാലും നല്ല നല്ല സൂപ്പറായിട്ട് കുറേ പാട്ടുകൾ പാടിയായിരുന്നു കേട്ടോ, ചേച്ചിമാരാണെങ്കിലും ചേട്ടന്മാരാണെങ്കിലും. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ഏത് പ്രോഗ്രാമാണോ ചെയ്യുന്നത് ആ പ്രോഗ്രാമിനനുസരിച്ച് കോസ്റ്റ്യൂംസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി ആരും അങ്ങനെ കോസ്റ്റ്യൂംസ് ഒന്നും കൊണ്ടല്ല വന്നത്. പിന്നെ സ്റ്റേജിലേക്ക് അവർ കയറി ചെന്ന് എല്ലാവരും കൂടെ ഡാൻസ് കളിക്കാൻ തുടങ്ങി. എല്ലാവരും ഫുൾ എനർജി ആയിരുന്നു കേട്ടോ. അതിപ്പോൾ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. ഈ സെക്ഷനൊക്കെ നമ്മുടെ ഫുഡിങ് കഴിഞ്ഞുള്ള സെക്ഷനായിരുന്നല്ലോ. എന്നിട്ട് പോലും എല്ലാവരും നല്ല ഫുള്ളി ഓണം വൈബിലായിരുന്നു. ഈ സമയത്ത് നമ്മളും ചെന്നായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ ചെന്നത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ജസ്റ്റ് പോയി രണ്ട് സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് വന്നത്. സ്റ്റേജിൽ കയറാൻ പറ്റാത്ത, ഡാൻസ് കളിക്കാൻ സ്റ്റേജിൽ കയറാൻ പറ്റാത്ത വിഷമം അപ്പോൾ തീർത്തിട്ട് ഇറങ്ങിയിട്ടാണ് പോകുന്നത്. ഇതെൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചി എനിക്ക് ഒത്ത ചേച്ചിയായിരുന്നു. സോ നമ്മളിപ്പം എനിക്ക് ചെയ്യണം എന്ന് തോന്നുമ്പോഴത്തേനും ചേച്ചി പറഞ്ഞു വാ പോവാമെന്ന്. അങ്ങനെയായിരുന്നു. വേണ്ടടി എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ നമുക്കൊരു മടിയാവുമല്ലോ. അങ്ങനെ ഇല്ലായിരുന്നു. ഏകദേശം ഒരേ വൈബായിട്ട് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ് ഇവരുടെ നല്ല കലക്കൻ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ ഡാൻസിൻ്റെ സമയത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ പുറകിലെല്ലാവരും കൂടെ നിന്ന് സൂപ്പർ ഡാൻസായിരുന്നു. തകർത്ത് ആടി എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയായിരുന്നു. ഇവരാണ് പെർഫോം ചെയ്തത് എങ്കിൽ പോലും ബാക്കിലുള്ള പെർഫോമൻസ് ആയിരുന്നു സൂപ്പർ കേട്ടോ. ഇതിൽ കുറേ പേരൊക്കെ കോസ്റ്റ്യൂംസൊക്കെ ചേഞ്ച് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ ഇത് അടുത്ത ഡാൻസാണ്. ഇത് ഒരു ക്ലാസിക്കൽ ടച്ചിലുള്ള ഡാൻസായിരുന്നു. എനിക്ക് ശരിക്കും നമ്മുടെ
ചന്ദ്രചൂഡ ശിവശങ്കര പാർവതീ രമണാൻവിതയേ നമോ നമഃ. അങ്ങനെയൊക്കെ ഒരു മ്യൂസിക്കൽ വൈബിലുള്ളൊരു ഡാൻസ് ആയിരുന്നു. ആ പാട്ടാന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഏകദേശം അങ്ങനത്തെ മ്യൂസിക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നന്നായിട്ട് അവർ ചെയ്തു കേട്ടോ, ക്ലാസിക്കൽ ശൈലിയിൽ. നിങ്ങൾ ഭയങ്കര കത്തിയാണ് കേട്ടോ. ഇവരെ ട്രോൾ എന്നുണ്ട്, ഇവർ കളിക്കുന്നുണ്ടെങ്കിൽ ഇവരെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുള്ളൂ. അങ്ങനെ മൊത്തത്തിൽ എന്തൊക്കെയോ ഇരുന്ന് ട്രോളും ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമമാണെന്ന് തോന്നുന്നു. അത് ഞങ്ങളുടെ ഇടയ്ക്ക് തീർക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു, എല്ലാവരും കൂടിയിട്ട് കേട്ടോ. ഇത് നല്ല പെർഫോമൻസ് ആയിരുന്നു. കാരണം സ്റ്റേജ് നിറച്ച ആളുള്ള പെർഫോമൻസ് കാണാനാണല്ലോ ഒരു ഭംഗിയുള്ളത്. ആ ഒരു ഭംഗി ഡാൻസിലുണ്ടായിരുന്നു. ഇത് പാട്ടാന്ന് ഞാൻ ഓർക്കുന്നില്ല മക്കളെ. എന്തായാലും ആ പെർഫോമൻസും സൂപ്പറായിരുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ സുന്ദരിക്ക് പൊട്ടുകുത്തൽ ഉണ്ടായിരുന്നു, കസാരകളി ഉണ്ടായിരുന്നു, വടംവലി ഉണ്ടായിരുന്നു, അവസാനം പഴക്കൊല ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ പെർഫോം ചെയ്ത എല്ലാവർക്കും സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ അറ്റൻഡ് ചെയ്തില്ല, ഞാൻ മിസ് ചെയ്തായിരുന്നു. ഞാനൊരു 4 മണിക്ക് ആയപ്പോൾ പ്രോഗ്രാമിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. പ്രോഗ്രാം ടൈം എന്ന് പറഞ്ഞത് 5:45 വരെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സമയത്തായിരിക്കും തീർന്നുണ്ടാവുക എന്ന് വിചാരിക്കുന്നു. കാരണം എനിക്ക് ഇന്ന് ഡ്യൂട്ടിയാണ് പറഞ്ഞിരുന്നത്, ഇന്ന് അവധി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ. സോ പകുതിയല്ല 3:45 നമ്മൾ പ്രോഗ്രാമിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. എന്തായാലും നല്ലൊരു ഓണമായിരുന്നു. ലേറ്റാണ് വന്നാലും വീണ്ടും ലേറ്റസ്റ്റാണ് വരുവേന്ന് പറഞ്ഞ പോലെ ഫക്കിയുടെ ഓണം സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ചേട്ടന്മാരുടെ ഇത് ആ പാക്കുക്കാരുടെ തന്നെ വേറൊരു പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് ഇവർ വീണ്ടും കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തായിരുന്നു. ചേട്ടന്മാർ ഷർട്ടൊക്കെ ഇട്ടിട്ട് വന്നു, ചേച്ചിമാർ വൈറ്റ് ഡ്രസ്സ് തന്നെയായിരുന്നു. ഗർഭിണി വരെ തിരുവാതിര കളിച്ചു എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ, ആ ഗർഭിണിയാണ് തിരുവാതിര കളിക്കുന്നത്. ആ ഒരു കളിയോടുകൂടി ചേച്ചി ഇറങ്ങിയായിരുന്നു സ്റ്റേജിൽ നിന്ന്. പിന്നെ ചേട്ടന്മാരുടെ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ലാലേട്ടൻ ഇത്ര ആൾക്കാരുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു പാട്ട് വെച്ചതിൻ്റെ ഇടയിൽ ലാസ്റ്റ് ഞങ്ങൾ തകർത്തു എന്ന് പറഞ്ഞില്ലേ, ആ തകർപ്പാണ് കേട്ടോ ഇത്. അതോടുകൂടി അങ്ങനെ നമ്മുടെ പക്കിയുടെ ഓണാഘോഷം തീർന്നായിരുന്നു. കാരണം സ്റ്റേജിൽ കയറി കളിക്കാൻ പറ്റാത്തതിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ ഞാൻ അവിടെ തീർത്തായിരുന്നു കേട്ടോ. വലിയ കുഴപ്പമില്ലാതെ ഞാൻ അവിടെ നിന്ന് തുള്ളിയായിരുന്നു. അതിനെനിക്ക് കാലുവേദന ഇളകി. കാരണം നമ്മൾ ചെയ്യാതെ ചെയ്യുമ്പോൾ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പം വീണ്ടും സന്ധിക്കും വരേക്കും എല്ലാവർക്കും വണക്കം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അടുത്ത മാസം എൻ്റെ ഫാമിലി വരും. അപ്പോൾ അവളുടെ കുഞ്ഞു വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. ഇതിൻ്റെ പുറകിലിരിക്കുന്നത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. കാരണം
എഡിറ്റ് ചെയ്യുന്നത്, ഡബ് ചെയ്യുന്നത്, പിന്നെ കോപ്പിറൈറ്റ് വരാതെ നോക്കുന്നത്, അതൊക്കെ ഭയങ്കര വലിയ മെനക്കെട്ട പരിപാടിയായിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് വല്ലപ്പോഴൊക്കെ ആയിട്ട് വീഡിയോ മാറിപ്പോകുന്നത്. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ കണ്ടൻറ്റ് കിട്ടുന്നില്ല, നമ്മളെപ്പോഴും പുറത്തൊന്നും പോകുന്നില്ലല്ലോ, അതും ഒരു കാരണമാണ് കേട്ടോ. എന്നാലും ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.